Wiggle, wiggle. Like. Wiggle. Hello, welcome back to my channel, Gayuz World. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഓയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുഞ്ഞുകുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ്. കൂടുതലായിട്ടും ഹെയർ ഫാൾ ഉള്ളവർക്ക്, മുടി കൊഴിച്ചിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഓയിലാണ്. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ത്രൂ ഔട്ട് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. എന്തൊക്കെ ഐറ്റംസ് വേണം, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ കാണിക്കുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വളരെ ഔഷധ ഗുണവും ഫലപ്രദവുമായിട്ടുള്ള ചേരുവകളാണ് ഞാനിതിൽ ചേർക്കുന്നത്. ഒരു നീളൻ കറ്റാർവാഴ എടുത്തിട്ടുണ്ട്, ഒരു കൈപ്പിടി അളവിൽ കറിവേപ്പില, ബ്രഹ്മിയില, ചെമ്പരത്തിയില, ചെറിയ ഉള്ളി, മുരിങ്ങയില, തുളസിയില. അടുത്തതായിട്ട് വരുന്നത് അശോകത്തെറ്റി. ഇതെനിക്ക് അടുത്തൊന്നും കിട്ടിയില്ല, അപ്പം അത് കാരണം ഞാൻ അങ്ങാടി കടയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പം അതെനിക്കൊരു ഡ്രൈ ഫോമിലാണ് കിട്ടിയത്. സോ ഞാൻ അതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യം മൈലാഞ്ചി ഇലയാണ്. ഇതെനിക്ക് അടുത്തുനിന്ന് തന്നെ കിട്ടി, അത് കുറച്ച് അളവിൽ കൂടുതലായിട്ട് കിട്ടി. അതിൽ നിന്ന് ഞാൻ ഒരു കപ്പളവിൽ മൈലാഞ്ചി ഇല മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ഉലുവ, അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എടുത്ത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നീലയാമരി പൗഡർ, പിന്നെ താളി പൗഡർ. ഇത് രണ്ടും ഞാൻ അങ്ങാടി കടയിൽ നിന്ന് മേടിച്ചു, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാനിവിടെ ഒരു ഉരുളി എടുക്കുന്നുണ്ട്. എണ്ണ കാച്ചാൻ ഉരുളിയായിരിക്കും വളരെ നല്ലത്. ഇതിലോട്ട് ഞാൻ നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ്. ചക്കിലാട്ടിയ എണ്ണയാണെങ്കിൽ വളരെ നല്ലത്. അതിനേക്കാൾ നല്ലതായിരിക്കും വെർജിൻ കോക്കനട്ട് ഓയിൽ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതല്ല അത് മടിയാണെങ്കിൽ കടയിൽ അവൈലബിൾ ആണ്, അവിടെ നമുക്ക് വാങ്ങിക്കാം. ഇതിലോട്ട് ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് മിക്സ് ചെയ്യുവാണ്. ഇത് എണ്ണയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, അതിന് മുമ്പായിട്ട് വേണം ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് എണ്ണയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് എണ്ണ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിലോട്ട് വെക്കാം. എന്നിട്ട് ആ ചെറിയ തീയിലിട്ട് തന്നെ എണ്ണ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരും. ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ ഒരു സ്മെല്ല് തന്നെ നമുക്ക് കിട്ടും. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം 2 ടേബിൾ സ്പൂണ് താളി പൗഡർ ഞാനിവിടെ ചേർക്കുകയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ നീലയാമരി പൗഡർ. തിളച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പൗഡർ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവസാനം ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. ഈ ഒരു പരുവം മതിയാവും തോന്നുന്നു. നമുക്ക് എന്നെ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. അതിനുശേഷം എണ്ണ ഫിൽറ്റർ ചെയ്ത് നമുക്കൊരു കുപ്പിയിലോട്ട് മാറ്റി വയ്ക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ എണ്ണയൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ മറക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക.